ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ കരുപ്പാൽ നാഗത്തിൽ പോയി. എൻ്റെ തറവാടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ, അതായത് സ്വപ്നത്തിലും ഇതിലൊക്കെ ഒരു പാമ്പായി എന്നൊക്കെ പറയാം. അങ്ങനെ വന്നപ്പോൾ ഈ വർഷം എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളത് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് സാധിച്ചു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് 9 മണിക്കാണ് ഇറങ്ങിയത്. അപ്പം 12 മണി ഒക്കെ ആകുമ്പോഴേ തെയ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈമിൽ ഇറങ്ങിയത്. എന്തായാലും ഭംഗിയായിട്ട് തെയ്യത്തിനൊക്കെ കാണാൻ പറ്റി. പക്ഷേ തെയ്യത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെ വീഡിയോഗ്രാഫി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ് കേട്ടോ, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. രണ്ട് വശത്തേക്കൂടെ പോകാൻ പറ്റും. ഫ്രണ്ടിലേക്കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കുറച്ചും കൂടി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളിത് ഇപ്പുറത്തെ സൈഡേ പോയതുകൊണ്ടാണ് ഇതിങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാത്തത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും അശ്വതി കരിപ്പാൽ നോക്കുമ്പോൾ കരിപ്പാൽ നാഗമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യമായിട്ട് അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ചിലവർ പറയുമ്പോൾ ചിലവർക്കത് വീട്ടുപേരായിട്ട് മാത്രം തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് എൻ്റെ തറവാടാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോരോ നാട്ടിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ എത്തിയിട്ടാകുമ്പോൾ വഴിപാടുകളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന്. എന്താ വെച്ചാൽ അവിടെ ഇപ്പം മൊത്തത്തിൽ മാറിയും തോന്നുന്നു. പക്ഷേ ഇപ്പം എന്നിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, പ്രാർത്ഥനക്കനുസരിച്ചാണ് അതിൻ്റെ ഒരു ഇത് അവിടെ കഴിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണക്കയച്ച് നമുക്കത് ചെയ്തു തരും. അപ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യം നീക്കി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ നടത്തിയത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ ദൈവങ്ങളുടെ കയ്യിലല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. കുറേ സ്വപ്നത്തിൽ വരുന്ന കുറേ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതി ഒരു നാഗത്തിൻ്റെ രൂപമാണിത്. ഇതവിടെ പ്രാർത്ഥിച്ചിട്ട് സമർപ്പിച്ച് അപ്പം തന്നെ മനസ്സിനൊരു സമാധാനവും എന്തോ ഒരു ഫീലൊക്കെ കിട്ടി എന്ന് പറയാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കരിപ്പാൽ ഭഗവതിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഫുൾ വീഡിയോ എടുക്കാൻ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ അറിയാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ മൊത്തത്തിൽ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച് തരട്ടെയായിരുന്നു. എന്നാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലവർ പറയണ ഒരു കാര്യം കേട്ടോ, ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മളവിടെ പോയ പോലൊരു ഫീലാന്നുള്ളത് ഇന്ന് രാവിലെയും കൂടി ഒരു ഏജി പറഞ്ഞു. അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. കാരണം കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും അത് ആയല്ലോ എന്നുള്ളത് ഓർക്കുവാണ് ഞാൻ. പക്ഷേ ഒരുപാട് ആൾക്കാർ വേറെ എന്ത് പറയുമ്പോഴും ഇതുപോലെ 2 വാക്കുകൾ നല്ലത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രസാദമായിട്ട് നമുക്ക് ഒരു പടച്ചോറ് പോലത്തെ സംഭവം കിട്ടുക. അതും അവിടെ കറികളുണ്ടാവും. അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് ഭക്ഷണം കഴിക്കുക. അല്ലാതെ വേറെ സദ്യ ഉണ്ട്, അത് പകലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നത്രയൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോസുമായി നാളെ വരാം കേട്ടോ.